33ാമത്തെ ക്വസ്റ്റ്യൻ. മെഗസ്തനീസ് ഒറിജിനൽ റെക്കോർഡ് അബൌട്ട് ഇന്ത്യ ലോസ്റ്റ്. സം ഓഫ് ഹിസ് മെമ്മറീസ് ആർ പ്രിസർവ്ഡ് ഇൻ ദ അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ചോദ്യം ഇതാണ്, മെഗസ്തനീസ് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ പുസ്തകം സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ ഫോം നമുക്ക് കിട്ടുന്നില്ല. അതിൽ ചില അവരുടെ മെമ്മറീസ് മറ്റാരുടെയൊക്കെയോ അക്കൗണ്ടിലൂടെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ആരുടെയൊക്കെ അക്കൗണ്ട് ത്രൂ ആണ് മെഗസ്തനീസിൻ്റെ ഐഡിയാസ് നമുക്ക് ലഭിച്ചത് എന്നാണ് ചോദ്യം. അവിടെ എക്സാമ്പിൾസ് കുറേ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ 2 എക്സാമ്പിൾ എ ആൻഡ് ബി, ആ എയും ബിയും ആണ് ഉത്തരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി ഓൺലി. ആര്യൻ ആൻഡ് ഡിയോഡോറാസ് ഇവർ രണ്ടുപേരുടെ അക്കൗണ്ട് ത്രൂ ആണ് മെഗസ്തനീസിൻ്റെ ഐഡിയാസ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. ആൻഡ് അതിൽ ഹെറഡോട്ടസ് ഉണ്ട്, നമുക്കറിയാം ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണെന്നറിയാം. ഹെലിഡോറാസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. അവർ ഇന്ത്യയിലെ ബെസ്നഗറിലുള്ള ഗരുഡ പില്ലറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്ന റൈറ്ററാണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയനാണ്. 34th question. Who is known to have created autonomous dominion comprising Bihar and Bengal in the early 13th century? In early 13th century, which ruler created an comprising domain of Bihar and Bengal? അതാണ് ചോദ്യം. ബീഹാറും ബംഗാളും കൂട്ടിച്ചേർത്തിട്ട് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ഡൊമീനിയൻ അല്ലെങ്കിൽ ഒരു പ്രദേശം ക്രിയേറ്റ് ചെയ്ത രാജാവാര് എന്നാണ് ചോദ്യം. ഉത്തരം മുഹമ്മദ് ബക്തിയാർ ഖൽജി എന്നുള്ളതാണ്. ബക്തിയാർ ഖൽജി അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് എക്സ്പെഡീഷൻസ് ഒക്കെ നടത്തിയിട്ട് നമ്മളെ നളന്ദ പോലുള്ള വലിയ ലൈബ്രറീസും റെപ്പോസിറ്ററീസും പാഠശാലകളൊക്കെ തീയിട്ട് നശിപ്പിച്ച് അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച് ഈ ബക്തിയാർ ഖൽജിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അങ്ങനെയാണ്. നളന്ദ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി തീയിട്ട് നശിപ്പിച്ച രാജാവ് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അത്തരത്തിലൊരു എക്സ്പെഡീഷൻ നടത്തിയ ഒരു രാജാവാണ് ബക്തിയാർ ഖിൽജി. അവർ ഈ ബീഹാറും ബംഗാളും പിടിച്ചെടുക്കിയതിന് ശേഷം അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭരണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 35ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് സർവൈവിംഗ് ഇന്ത്യൻ ടെക്സ്റ്റ് കണ്ടെയ്നിങ് എ സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ ഓഫ് ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്? ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട്, ആസ്ട്രോണമീനെ കുറിച്ചിട്ടല്ല, ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ തരുന്ന ഏത് പുസ്തകമാണ് സർവൈവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതായത് ഇന്ത്യയിൽ ബഹിരാകാശ പഠനത്തിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും ഉപകരണങ്ങളുടെയൊക്കെ കുറിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് വിവരങ്ങൾ നൽകിയിരിക്കുന്ന ശേഷിപ്പായിട്ട് ബാക്കിയുള്ള ആദ്യത്തെ പുസ്തകം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ബ്രഹ്മസ്ഫുട സിദ്ധാന്ത ബൈ ബ്രഹ്മഗുപ്ത. 628 സാൻസ്ക്രിറ്റ് ഭാഷയിൽ എഴുതിയ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന് പറയുന്ന പുസ്തകമാണ്. എഴുതിയത് ബ്രഹ്മഗുപ്ത എന്ന് പറയുന്ന റൈറ്ററാണ്. ഇൻ 628 AD. അതിൽ ബാക്കിയുള്ള 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ആര്യഭടിയാണ്, ആര്യഭട്ടൻ്റെത്, പിന്നെ സൂര്യ സിദ്ധാന്ത. പക്ഷെ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഖണ്ഡഗദ്യക എന്ന് പറയുന്ന ബ്രഹ്മഗുപ്തൻ്റെ തന്നെ ഒരു വർക്കാണ്. അത് ഡിസ്കസ് ചെയ്യുന്നത് ആസ്ട്രോണമിക്കൽ ട്രീറ്റീസിനെ കുറിച്ചിട്ടാണ്. ഇതാണ് 35ാമത്തെ ചോദ്യം. 36th question. Which of the following statement is not correct concerning ധർമ്മശാസ്ത്ര ടെക്സ്റ്റ്? ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളെ കുറിച്ചിട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ദേ റെഫേഴ്സ് ടു ദ 4 വർണാസ് ആൻഡ് സോഷ്യൽ ലിവിങ്. ഓപ്ഷൻ ബി, ദേ ഡു നോട്ട് റെഫർ ടു വേരിയസ് ജാതീസ്. ഓപ്ഷൻ സി, ദേ റെഫേഴ്സ് ടു ദേശ് ധർമ്മ ആൻഡ് കുലധർമ്മ. ഓപ്ഷൻ ഡി, ദേ ഇൻസിസ്റ്റ് ഓൺ എവരിബഡി ടു ഫോളോ ദ ധർമ്മ ഓഫ് ഹിസ് വർണ്ണ. ഈ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തിനെ കുറിച്ചിട്ട് പറയുന്ന വേദികേജുകളിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തു വരുന്ന ടെക്സ്റ്റുകളെയാണ് ഈ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന ചോദ്യം. അപ്പോൾ ധർമ്മശാസ്ത്ര ടെക്സ്റ്റിലെ റെഫേഴ്സ് 4 വർണ്ണാസ് ആൻഡ് സോഷ്യൽ ലിവിങ്, 4 വർണ്ണങ്ങളും സാമൂഹ്യ പരമായിട്ടുള്ള ചുറ്റുപാടും കാര്യങ്ങളും ആണ് പറയുന്നത്. അത് ശരിയാണ്. ദേ ഡു നോട്ട് റെഫർ ടു വേരിയസ് ജാതീസ് റെഫർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് കാലത്ത് ജാതി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നത് പോലല്ല. കുലത്തൊഴിൽ അല്ലെങ്കിൽ തൊഴിലിൻ്റെ പേരിലുള്ള ഒരു ജാതി വിവേചനം വേദിക്കേജിൽ ഉണ്ടായിരുന്നു. ഓരോ തൊഴിലെടുക്കുന്ന ഒരു ഗ്രൂപ്പുകൾ, ഗിൽഡുകൾ, ആർട്ടിസൻസ് ഗിൽഡുകൾ, കാർപ്പൻറ്റേഴ്സ്, ഗോൾഡ് സ്മിത്ത്, അത്തരം ഗിൽഡുകളെയൊക്കെ ഈ പറയുന്ന ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത മെഗസ്തനീസിൻ്റെ ഒക്കെ റെക്കോർഡുകൾ പ്രകാരം 7 തരം കുലത്തൊഴിലായിട്ടുള്ള ജാതികൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ തൊഴിലടിസ്ഥാനത്തിലായിരുന്നു, അല്ലാണ്ട് സോഷ്യൽ ഡിവിഷൻ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെക്കോർഡ്സുകൾ കിട്ടുന്നുണ്ട്.
കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാതിനെ കുറിച്ചിട്ട് റെഫറൻസ് ഇല്ല എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ റെഫർ ടു ദേശധർമ്മ ആൻഡ് കുലധർമ്മ. ദേശധർമ്മത്തിനെക്കുറിച്ചും കുലധർമ്മത്തിനെക്കുറിച്ചും ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളിൽ വർണ്ണ സിസ്റ്റത്തിൻ്റെ ചുവട് പറ്റിയിട്ട് ദേശധർമ്മത്തിനെക്കുറിച്ചിട്ടും കുലധർമ്മത്തിനെക്കുറിച്ചിട്ടും ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്. അവരതിനെക്കുറിച്ചിട്ട് കുലധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേശധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ബിലോങ് ചെയ്യുന്ന കുലം അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പുമായിട്ടൊരു വേണ്ടുന്നൊരു ബോണ്ടിനെ കുറിച്ചിട്ട്, നമ്മളെ ദേശം എന്നുള്ള ബോണ്ടിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചിട്ടും അതിൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഇൻസിസ്റ്റ് ഓൺ എവരിബഡി ടു ഫോളോ ദ ധർമ്മ ഓഫ് ഹിസ് വർണ്ണ. അതാത് വർണ്ണത്തിലുള്ള ആൾക്കാരുടെ ധർമ്മം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസിസ്റ്റ് ചെയ്യുക, അവരുടെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളൊക്കെയും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിൽ A, C, D 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ബി, ജാതിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. സോ ഉത്തരം ബി ആണ്. ദേ ഡു നോട്ട് റെഫർ ടു വേരിയസ് ജാതീസ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 37th question. Which of the following product was not introduced in India by Portuguese? ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. പോർച്ചുഗീസ് പീപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് എ ലോട്ട് ഓഫ് items in India from their country. Some of them are given below and we have to select which one is not ഫ്രം പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തും ഇവിടെ ഭരിച്ച സമയത്തൊക്കെ ആയിട്ട് കുറേ ഇത്രയും 200-400 വർഷത്തിൻ്റെ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് സാധനങ്ങൾ, അവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ ഏതാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവരാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ടൊബാക്കോ, ബെറ്റൽ, കാഷ്യൂ, പൈനാപ്പിൾ. ഇതൊക്കെയാണ്. ടൊബാക്കോ പോർച്ചുഗീസുകാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാഷ്യൂ നമ്മൾ പറയുന്നത് തന്നെ പറങ്കിമാവ്, നോർത്ത് മലബാറിൽ പറങ്കിമാവ് എന്നാണ് പറയുക. പറങ്കിമാവ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത് സാധനങ്ങളെയാണ് നമ്മൾ പറങ്കി എന്ന് പറയാം. അപ്പോൾ കാഷ്യൂനട്ട്. ആൻഡ് ബെറ്റൽ, വെത്തില, പൈനാപ്പിൾ. ഈ 4 ഓപ്ഷനിൽ വെത്തിലയാണ് അവർ കൊണ്ടുവരാത്തത്. വെത്തില നമുക്ക് പണ്ടേ ഇവിടെ ഉള്ളതാണ്. അതിൽ നോക്കിയാൽ കാണാം ടൊബാക്കോ 1605 ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാഷ്യൂ ഗോവയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പൈനാപ്പിൾ 1548 ആകുമ്പോഴേക്കും പൈനാപ്പിൾ കൈതച്ചക്ക ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ബെറ്റൽ അഥവാ വെത്തിലയാണ് പോർച്ചുഗീസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ക്രോപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. 38th question എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ 2 emperors ഓഫ് ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഹു അഗ്രീഡ് ടു ഫിക്സ് ഹിന്ദുക്കോ ഓർ ഹിന്ദുക്കുഷ് ആസ് ദ ഫ്രോണ്ടിയർ ഓഫ് ദ 2 empires. താഴെ തന്നിരിക്കുന്നതിൽ ഏത് രാജാക്കന്മാരാണ് ഇന്ത്യൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും ബോർഡറായിട്ട് ഹിന്ദുക്കുഷ് അല്ലെങ്കിൽ ഹിന്ദുക്കോ എന്ന് പറയുന്ന മലനിരേനെ കാണാമെന്ന് ധാരണയിലാക്കിയതെന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിലൊരു രാജാവും വേണം, ഉസ്ബെക്കിസ്ഥാനിലെ ഒരു രാജാവും വേണം. ഇവർ രണ്ടാളും കൂടി ഒരു ട്രീറ്റി ഉണ്ടാക്കി ഹിന്ദുക്കുഷ് അല്ലെങ്കിൽ ഹിന്ദുക്കോ എന്ന് പറയുന്ന മല, ആ മല നമ്മുടെ 2 രാജ്യത്തിൻ്റെയും അതിർത്തിയായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നത്. ഹിന്ദുക്കുഷ് ഹിമാലയത്തിൻ്റെ അങ്ങേ അറ്റത്ത് വെസ്റ്റേൺ ഭാഗത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ ആ ഒരു റീജിയണിൽ അങ്ങുള്ളൊരു മലനിരയാണ് ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത്. ആ ഹിന്ദുക്കുഷ് ഇന്ത്യൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും ബോർഡറായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ട്രീറ്റിയാക്കി 2 രാജാക്കന്മാരെ പേരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരം അക്ബർ ആൻഡ് അബ്ദുള്ള ഖാൻ ഉസ്ബെക്ക് എന്ന് പറയുന്ന 2 രാജാക്കന്മാരാണ്. അക്ബർ ഇന്ത്യയിലെ രാജാവും അബ്ദുള്ള ഖാൻ ഉസ്ബെക്ക് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ രാജാവും. അതിൽ കാണാൻ പറ്റും ഉസ്ബെക്കിസ്ഥാനിലെ രാജാവായതുകൊണ്ട് ഉസ്ബെക്ക് എന്നുള്ള പേര്, അല്ലെങ്കിൽ ഉസ്ബെക്ക് രാജാവിൻ്റെ രാജ്യമായതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ. ആ ഒരു സിമിലാരിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലൊരു അഡീഷണൽ ആയിട്ട് ചെറിയൊരു പോയിന്റ് പറയാനുള്ളത്, ഇവിടെ ഹിന്ദുക്കുഷിനെ ഹിന്ദുക്കോ എന്ന് പറയുന്നൊരു പേര് കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാന്താൾ കലാപത്തിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഡാമിനി കോ എന്ന് പറയുന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോ എന്ന് പറയുന്നത് മല അല്ലെങ്കിൽ കൊടുമുടി, അതിൻ്റെ അപ്പർ പാർട്ട് അല്ലെങ്കിൽ പീക്ക് പാർട്ടിനെയൊക്കെ പറയാൻ ചില നാടുകളിൽ ഉപയോഗിച്ച വാക്കായിട്ട് റെഫറൻസ് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ എടുത്തു വെക്കാൻ, ചിലപ്പോൾ ഏതെങ്കിലും മലയാണെന്ന് റെഫർ ചെയ്യാൻ മറ്റേതെങ്കിലും ചോദ്യത്തിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം, അതിനുവേണ്ടി പറഞ്ഞതാണ്. 39th question. From where the concept of free kitchen അഥവാ ലങ്ക was adopted by the Sikhs? From which group the Sikhs adopted the free kitchen system called ലങ്കാർ? സിഖുകാരുടെ ഫ്രീ ഓപ്പൺ കിച്ചണിനെയാണ് ലങ്കാർ എന്ന് പറയുക. സിഖുകാർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ഭാഗമായിട്ട് ഒരു ഫ്രീ കിച്ചൺ, ആർക്ക് എപ്പോൾ പോയാലും ഫുഡ്, അതായത് അത് അവരുടെ ഉച്ച സമയത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, ആ സമയത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്തുള്ള ഫുഡ് ഫ്രീ ആയിട്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി കഴിക്കാൻ പറ്റുന്ന
ഫ്രീ കിച്ചൺസ് അവർ പ്രൊവൈഡ് ചെയ്യലുണ്ട്. യൂഷ്വലി സിഖ് ഗുരുദ്വാരാസ് അവരുടെ ആരാധനാലയമായ ഗുരുദ്വാരയിൽ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് മുട്ടിയിട്ടൊക്കെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാവാറ്. അത്തരത്തിലൊരു കൺസെപ്റ്റ് സിഖുകാരെ അഡോപ്റ്റ് ചെയ്തത് ഏത് ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഉത്തരം സൂഫി ദർഗാസ് എന്നുള്ളതാണ്. സൂഫി ദർഗാസ് എന്ന് പറഞ്ഞാൽ സൂഫിമാർ അവരുടെ ദർഗകൾ അവർ പ്രാർത്ഥിക്കുന്നൊരു, നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരാളുടെ ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുടെയോ മെമ്മോറിയൽസിൻ്റെ ചുറ്റും പോയിട്ട് പ്രാർത്ഥിക്കുക. അത്തരം ദർഗകൾ അങ്ങനെയുള്ള എന്തിൻ്റെങ്കിലും കൂടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക പ്രാർത്ഥനാലയം അല്ലെങ്കിൽ പാട്ട് പാടുക, സൂഫി ഡാൻസ് ചെയ്യുക, അത്തരം ആർട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ ദർഗകളുടെ ഭാഗമായിട്ട് കൊണ്ടു നടന്ന ഫ്രീ കിച്ചൺ അതിപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടാണ് സിഖുകാരുടെ ഗുരുദ്വാരയിൽ ഇത്തരത്തിലൊരു ഫ്രീ കിച്ചൺ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലെത്തിയത് എന്നാണ് പറയുന്നത്. അതാണ് ചോദ്യം. ഉത്തരം സി, സൂഫി ദർഗാസ് ആണ്. 14th question. Given below are two statements, one labeled as assertion and the other labeled as reason. ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ UGC നെറ്റിൻ്റെ പാറ്റേണിൽ വരുന്ന ഇത്തരം ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇതൊരു തരം ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതിൻ്റെ റീസൺ ആയിരിക്കണം അടുത്തത്, ചിലപ്പോൾ അല്ലായിരിക്കും. ഇതിലേതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണോ, അതിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നെ ഓപ്ഷൻസ് നമുക്ക് തന്നത് കാണാൻ പറ്റും. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ സ്റ്റേറ്റ്മെൻറ്റും ആർ സ്റ്റേറ്റ്മെൻറ്റും അസേഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേഷൻ്റെ കറക്റ്റ് റീസൺ തന്നെയാണ്. പക്ഷേ ബി ഓപ്ഷൻ നോക്ക്, കറക്റ്റ് റീസൺ അല്ല. പിന്നെ പറയുന്നു അസേഷൻ ട്രൂ ആണ് പക്ഷേ റീസൺ ഫോൾസ് ആണ്, അല്ലെങ്കിൽ അസേഷൻ ഫോൾസ് ആണ് റീസൺ ട്രൂ ആണ്. അപ്പോൾ ചോദിക്കുക അസേഷൻ ഇല്ലാണ്ട് എങ്ങനെ റീസൺ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് റീസൺ ട്രൂ ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊരു തരം ചോദ്യമാണ്. ഞാൻ ആദ്യം ചോദ്യത്തിൻ്റെ ടൈപ്പ് എന്താണ് എന്ന് പറഞ്ഞതാണ്. ഏതായാലും 40ാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു വെക്കാം. അസേഷൻ ആൻഡ് റീസൺ ആണ്. അസേഷൻ എന്ന് പറയുന്നത് ദ ഏർലി മിഡീവിയൽ പീരീഡ് പോസസ്ഡ് സം ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം ബട്ട് ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫേർഡ് ഫ്രം യൂറോപ്യൻ ഫ്യൂഡലിസം. അതായത് ഇന്ത്യയിലെ ഏർലി മിഡീവിയൽ പീരീഡിൻ്റെ കാലഘട്ടത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ പല പ്രത്യേകതകളും കാണാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ അത് യൂറോപ്യൻ ഫ്യൂഡലിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. ഇന്ത്യയിലെ ഏർലി മിഡീവിയൽ കാലഘട്ടത്തിൽ ഒരു തരം ഫ്യൂഡലിസം തന്നെയായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അതൊരിക്കലും യൂറോപ്യൻ ഫ്യൂഡലിസത്തിന് സമാനമായിരുന്നില്ല താനും. കൂടാതെ സ്ലേവറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അല്ലെങ്കിൽ യൂറോപ്യൻസ് നടത്തിയ പോലെ തന്നെ ഒരു ക്രൂവൽ സ്ലേവറി ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വേജ് ഇല്ലാണ്ട് ലേബർ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് സോ കോൾഡ് സ്ലേവറി എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും അത്തരമൊരു വ്യൂവിലേക്കൂടെ നോക്കുമ്പോൾ അസേഷൻ കറക്റ്റാണ്. റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദ ഏർലി മിഡീവിയൽ സൗത്ത് ഇന്ത്യ വാസ് എ പീരീഡ് ഓഫ് urban growth as is evidenced by the flourishing craft trade guild urban centers. അതായത് ഏർലി മിഡീവിയൽ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അർബൻ ഗ്രോത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അർബൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് പലതരത്തിൽ ഉണ്ടാവുക, ഒന്നെങ്കിൽ ടെമ്പിൾ സെൻറ്റേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ടൗൺഷിപ്പ് ഏതെങ്കിലും ക്രാഫ്റ്റ്മെൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ കച്ചവടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ അർബൻ ഗ്രോത്ത് ഉണ്ടായി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ക്രാഫ്റ്റും ട്രേഡ് ഗിൽസൊക്കെ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതൊരു അർബൻ സെൻറ്റേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും മൊബിലിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരും. ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകതകളല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ അത് യൂറോപ്പിലേതുപോലൊരു ഫ്യൂഡലിസം ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന് പകരം മറ്റെന്തോ തരം ഫ്യൂഡലിസം ഉണ്ടാവാനാണ് സഹായിച്ചത് എന്നാണ് പറയുന്നത്. അസേഷനും റീസണും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഉത്തരം വരുന്നത്. ഒപ്പം ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതിൽ യൂഷ്വലി നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ട്രൂ ആണെങ്കിൽ മിക്കവാറും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ മോഡും എല്ലാം നോക്കിയാൽ നമുക്ക് മിക്കവാറും വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം അറിയുന്ന കൺസെപ്റ്റൊക്കെ ആണെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്നതും എന്നാൽ
നേരെ മറിച്ച് അത്യാവശ്യം നല്ലോണം ടഫായിട്ടുള്ളത്, ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെ തന്നെ ഉള്ള, അങ്ങനെ പറയില്ല, അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഈ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത്. സോ കുറച്ചുകൂടി നന്നായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകുന്നത് നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. അടുത്ത 2 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, വിത്ത് 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ഡ്യൂറിങ് വിച്ച് പീരീഡ്? ഏത് കാലഘട്ടത്തിലാണ് 8 ഷെഡ്യൂളും 395 ആർട്ടിക്കിളും അടങ്ങുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 1946 ടു ഡിസംബർ 1949. ആക്ച്വലി ഇത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് അത്രയും പീരീഡാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് ഏത് ഡേറ്റിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് അങ്ങനെയല്ല ചോദ്യം. അതുകൊണ്ട് തന്നെ 1946 കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഫോം ചെയ്തത് മുതൽ അത് സബ്മിറ്റ് ചെയ്യുന്ന അത്രയും വർഷം, ആ 3 വർഷ കാലയളവിൻ്റെ കാലയളവാണ് ചോദിച്ചത്. 1946 ഡിസംബർ 9 ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഡിസംബർ 11 മുതൽ അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പായിട്ട് അത് വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. 1946 അതിൻ്റെ പ്രസിഡൻ്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്, ടെമ്പററി പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയെ, അതൊക്കെയും പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നവംബർ 26 ഇവരിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഫോം ആക്കിയിട്ട് നമ്മൾ എഴുതുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുന്നിലൊരു ഡേറ്റ് കാണാൻ പറ്റും, 26 നവംബർ 1949. അതിലേക്ക് അവർ ബുക്ക് പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ഡിസംബറിൽ അത് ഇന്ത്യക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ജാനുവരി 26, 1950 ആ ദിവസം നമ്മൾ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ കുറേ ഡേറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അതിൽ ഏതാണോ ചോദ്യത്തിന് കണക്കായിട്ടുള്ള ഉത്തരം എഴുതണം. കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തതെന്നോ ഇന്ത്യക്ക് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തതെന്നോ സ്റ്റാർട്ട് ചെയ്തതെന്നോ ഒന്നുമല്ല ചോദ്യം. എപ്പോഴാണ് ഈ ഒരു പുസ്തകം എഴുതാനെടുത്ത കാലഘട്ടം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കണം, ഈ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളും എന്നൊക്കെ ഉള്ളത് അത് ഫോം ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള, അത് അന്ന് ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലുള്ള എണ്ണാണ്. ഇന്നത് 12 ഷെഡ്യൂളും ഒരുപാട് ആർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഗ്രാജുവലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. അതിൻ്റെ എണ്ണം മാറുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ ചോദ്യത്തിൽ ചിലപ്പോൾ എണ്ണം മാറ്റി കൊടുത്തിട്ടുണ്ടാവും ബൈ മിസ്റ്റേക്ക്. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ട് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് നമ്മളെ കടമയാണ്, അത് ശ്രദ്ധിക്കണം. ആൻഡ് ഹൂ വാസ് ദ ഫസ്റ്റ് സ്കോളർ ഹൂ കോൾഡ് ഇന്ത്യൻ സൊസൈറ്റി ഡഫ് ആൻഡ് ഡംബ് ആൻഡ് സ്റ്റാഗ്നൻറ്റ്? ഇന്ത്യൻ സൊസൈറ്റി ഡംബ് ആൻഡ് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളത് ബധിരൻ, മൂകൻ, സ്റ്റാഗ്നൻറ്റ്. സ്റ്റാഗ്നൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ അനങ്ങാത്തത് എന്നൊക്കെയാണ് പറയുക. ഒഴുക്കില്ലാത്ത വാട്ടറിനെ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്നൊക്കെയാണ് പറയുക, അതാണ് അതിൻ്റെ മീനിങ്. അത്തരത്തിലുള്ള ടേം ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ സൊസൈറ്റീനെ പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ, അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റീനെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ സ്കോളർ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, GWF ഹെഗൽ, വില്യം ഫ്രെഡറിക് ഹെഗൽ. അദ്ദേഹത്തിന് തന്നെയാണ് പറയുന്നത്, സാധാരണ നമ്മൾ പഠിക്കുന്ന ഹെഗൽ, ആ ഒരു വ്യക്തി തന്നെയാണിത്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സൊസൈറ്റീനെ ഡഫ് ആൻഡ് ഡം ആൻഡ് സ്റ്റാഗ്നൻ്റ് എന്ന് വിളിച്ചത്. അതിന് പിൻപറ്റിയിട്ടാണ് പിന്നീട് കാൾ മാർക്സ് ഒക്കെ ഇന്ത്യൻ പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കുറേയൊക്കെ സ്റ്റാഗ്നൻ്റ് ആണെന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവരുടെ പുസ്തകത്തിലൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അങ്ങനെ വേണ്ടുന്നതാണ്. അത് കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുക.